എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനെയങ്ങ് കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്, ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. പല വേഷത്തിലും പേരിലും നല്ല തറവാടിത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ്? ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. വിദ്യാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്, ഫോണും തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഈ വിഷ്വൽ വളരെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ്. ആരോപണം ഉയർത്തിയ വ്യക്തി മരണപ്പെട്ട ആളിൽ നിന്നും കുറച്ച് ദൂരം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഒരു ഫോട്ടോഗ്രാഫറുടെ സ്കില്ലോടുകൂടി അയാളെ ആ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി ഏറ്റവും സുന്ദരമായ സെൽഫി എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ശൈലിയോടുകൂടി അയാളെ അദ്ദേഹത്തിനെ അതിൽ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് നാം കാണുന്നത് വളരെ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. അപ്പൊ ഈ ആദ്യത്തെ വിഷ്വലിൽ നിന്നും രണ്ടാമത്തെ വിഷ്വലിലേക്ക് എങ്ങനെ പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ദൂരെ നിൽക്കുമ്പോൾ ഈ ക്യാമറ പിടിക്കുമ്പോൾ ഇദ്ദേഹം വളരെ വിദൂരമാണ്. ഒരു തരത്തിലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇദ്ദേഹവുമായിട്ടൊരു ശാരീരികമായ ഒരു സ്പർശനമുണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തപ്പോൾ അവരങ്ങനെ വീഡിയോ അത്തരത്തിൽ ബോധപൂർവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തിന്റെ ഉദ്ദേശമായിരിക്കാം? നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി കെണി വെച്ച് പിടിക്കുകയായിരുന്നില്ലേ ശ്രീ ഹാഷ്മി? അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു ചർച്ചയ്ക്കും സാധ്യതയില്ല എന്ന് പറയാൻ കാര്യം അവൈലബിൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒന്നും തന്നെ അത് സൂചിപ്പിക്കുന്നില്ല. മൂവി എന്ന വാഹനത്തിൽ ഏറ്റവും അവസാനം ഇവർ കുറ്റം ചാർത്താൻ ശ്രമിച്ചിരിക്കുന്ന ആ ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂവി എന്ന വാഹനത്തിൽ അദ്ദേഹത്തിന്റെ കരം പാസീവായിട്ട് സ്പർശിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യാവകാശ വിഷയമാണ്. ഇത് പരിഗണിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ ശ്രീ ബൈജുനാഥ് ഉത്തരവിറക്കി DGPയോട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുവാൻ. അതിന്റെ ഭാഗമായിട്ട് സ്വമേധയാ കേസും എടുത്തു. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പൊ ഇത് മനുഷ്യാവകാശ കമ്മീഷന് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുണ്ട്. ഇത് സ്ത്രീ വിഷയമോ പുരുഷ വിഷയമോ അല്ല, അടിസ്ഥാനപരമായിട്ട് ഇത് മനുഷ്യാവകാശ വിഷയമാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. മനുഷ്യാവകാശ കമ്മീഷനെ പോലെ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ദേശീയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും വിജിലന്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആവർത്തിക്കുകയില്ല. ആ തലത്തിലാണ് ഇത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. നമുക്ക് യുക്തിരഹിതമെന്ന് തോന്നുന്ന നിരവധി വാദങ്ങൾ കേൾക്കുകയുണ്ടായി. പോലീസിന് പരാതിപ്പെടുകയാണെങ്കിൽ പിന്നെ കോടതിയിൽ പോയി വക്കീലിന്റെ ക്രോസ് വിസ്താരത്തിന് മറുപടി കൊടുക്കുവാൻ ഈ ഇര നിർബന്ധിക്കപ്പെടുമായിരുന്നു. ഇവിടെ ഒരു സെക്ഷൽ ഒഫൻസ് കേസിലെ അതിജീവിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കും, അല്ലേ? എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. ആ നടപടി സ്വീകരിക്കരുത്. പകരം ഈ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ തിരിച്ച് പ്രതികരിച്ചാൽ മാത്രം മതി എന്നൊരു കാഴ്ചപ്പാട് ഇവർക്ക് ആർക്കും ഇല്ലല്ലോ.
എന്തുകൊണ്ടാണ് ഇവർ ഈ നിയമ സംവിധാനത്തിനെ തള്ളിപ്പറയുന്നത്? നിയമ സംവിധാനത്തിനെ തള്ളിപ്പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അത് എക്സ്ട്രീം, അത് ഫെമിനിസം എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ശ്രീ രാഹുൽ ഈശ്വർ പരാമർശിച്ച് കണ്ടിട്ടുണ്ട് ഫെമിനിച്ചി എന്ന് പറയുന്ന ഒരു പ്രയോഗം. പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. എനിക്ക് വ്യക്തിപരമായി അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും പലപ്പോഴും ഐഡിയോളജിക്കലി ന്യായീകരിക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ക്രൂരതകളെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ അങ്ങനെ മാത്രമേ പറയുവാൻ കഴിയൂ. എന്നെ സംശയിക്കരുത്. അവിടെ ബസ്സിലെ കണ്ടക്ടർ, ഹീസ് എ വൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ഇന്റർഫിയർ. കണ്ടക്ടറിനെ അറിയിക്കാതെ അവിടുത്തെ സിവിൽ സൊസൈറ്റിയിൽ അവിടെ സഹയാത്രികരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരുടെയും ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. പോലീസിനെ ഡയൽ ചെയ്യാൻ ഫോണിൽ ഫോട്ടോയും വീഡിയോയും പിടിക്കാൻ കഴിയുമെങ്കിൽ പോലീസിനെ ഡയൽ ചെയ്യാൻ അറിയാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പൊ പോലീസിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ആ വ്യക്തി പോലും, കുറ്റാരോപിതനാകാൻ പോകുന്ന വ്യക്തി പോലും അറിയാതെ അത് പിന്നീട് അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക, അപകീർത്തിപ്പെടുത്തി അവസാനിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അവർക്കിവിടെ റിലീഫ് ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. അവർക്കവിടെ റിലീഫ് ആയിരുന്നുവെങ്കിൽ അവരവിടെ പ്രതികരിക്കുമായിരുന്നു, നിയമ സംവിധാനത്തിലേക്ക് പോകുമായിരുന്നു. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. പോലീസിന് പരാതി കൊടുത്താൽ ഓരോ കേസിലും കോടതിയിൽ കൂട്ടിക്കേറി നിർത്തി ക്രോസ് എക്സാമിനേഷന് വിധേയരാകുമെന്ന് ആരാണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് അലേർട്ടാണ് കേരളത്തില്. തോന്നുന്നില്ല, പല പരിമിതികളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലീസ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടില്ല. പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ചെയ്യുകയും ആ സത്യാവസ്ഥ ആരും പരിശോധിക്കുന്നതിനകത്ത് അവർക്കാർക്കും താല്പര്യമില്ല. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു വ്യക്തിയുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വളരെ കെയർഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വിഷ്വലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാരോപണം, അവർക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നിയ ആരോപണം അവിടെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ആ വ്യക്തി എന്തെങ്കിലും ഒരു അസേർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിലൂടെ ഒരു ബുദ്ധിമുട്ടാർക്കും ഉണ്ടാക്കുന്നതായിട്ട് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല. പൊതുഗതാഗത സംവിധാനങ്ങളിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിർത്തുവാൻ വേണ്ടി ബസ്സുകളിലും മെട്രോയിലും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളിലും എല്ലാം ഇത് എഴുതി വെക്കേണ്ടതായിട്ടുള്ള കാലം അതിക്രമിച്ചു. എവിടെയും ബാക്കിയുള്ളവരുടെ സ്വകാര്യതയെ ലംഘിച്ചുകൊണ്ട് തൻ്റെ സൗകര്യമാണെന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ പലരും ഈ ഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. അവരൊന്നും ഈ നാടകത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഒരു ഒഫൻസ് നടക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഫോർ എവിഡൻഷ്യറി പർപ്പസ് അത് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറുടെ എല്ലാ സ്കില്ലും കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോയുടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.